നമ്മളൊക്കെ സ്ഥിരമായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വാട്സപ്പിനകത്തുള്ള പല സെറ്റിങ്സുകളും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപാട് സെറ്റിങ്സ് നമ്മൾ പല വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സെറ്റിങ്സ് പ്രോക്സി എന്നൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. വാട്സപ്പിനകത്തുള്ള സെറ്റിങ്സാണ്. ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഈ സെറ്റിങ്സ് എന്തിനു ഉപയോഗിക്കുന്നു, ഇതുകൊണ്ട് എന്താണ് നമുക്കുള്ള ഉപയോഗം, ഇത് എപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് എന്നൊന്നും അധികം ആളുകൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും നമ്മളൊക്കെ അത് അറിഞ്ഞു വെക്കണം. കാരണം ഇത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാട്സപ്പ് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അപ്ഡേറ്റുകൾ അവതരിപ്പിക്കാറുണ്ടെങ്കിലും ഈ പ്രോക്സി എന്ന ഈ സെറ്റിങ്സ് വാട്സപ്പ് വളരെ കാലം മുന്നേ കൊണ്ടുവന്ന ഫീച്ചറാണ്. എന്നാൽ ഈ പ്രോക്സി എന്താണെന്ന് പല ആൾക്കും അറിയില്ല. ഈ ഒരു ഫീച്ചർ വന്ന ഉടനെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോക്സി എന്താണെന്ന് വിശദമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണുന്ന നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പ്രോക്സി എന്നുള്ള ഭാഗം. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഈ പ്രോക്സി എന്താണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാകും. അതായത് ഇന്ത്യയിൽ നമുക്ക് ടെലഗ്രാം നിരോധിച്ചൊരു സമയമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ 1 മുതൽ ജൂൺ 22 വരെ ടെലഗ്രാം നിരോധിച്ചിരുന്ന സമയത്ത് നമ്മൾ ടെലഗ്രാം നിരോധിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു പ്രോക്സി അഡ്രസ്സ് ഉപയോഗിച്ച് ടെലഗ്രാം എങ്ങനെ ഉപയോഗിക്കാതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അത്യാവശ്യം ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. മികച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയൊരു വീഡിയോ ആയിരുന്നു. അതായത് നമുക്ക് ടെലഗ്രാം ഇന്ത്യയിൽ ബാൻ ചെയ്ത സമയത്ത് നമുക്ക് പ്രോക്സി അഡ്രസ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രോക്സി സെർവർ ഉപയോഗിച്ച് നമ്മൾ ആ ടെലഗ്രാം എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചിരുന്നു. ഇവിടെ വാട്സപ്പിൻ്റെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. ഭാവിയിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് വാട്സപ്പ് നിരോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് വാട്സപ്പ് പ്രോക്സി സെർവർ ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നിലവിൽ ഇപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നിലവിൽ ഓൾറെഡി ഇവിടെ ഓഫായിട്ടാണ് കിടക്കുന്നത്. കാണാൻ സാധിക്കും ഇവിടെ പ്രോക്സി ഓഫാണ്. ഇത് ഇന്ത്യയിൽ നിലവിൽ ഓഫാണ് വേണ്ടത്. കാരണം ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ നിലവിലില്ല. അഥവാ ഇന്ത്യയിൽ വാട്സപ്പ് നിരോധിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോക്സി അഡ്രസ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെറ്റപ്പ് പ്രോക്സി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഒരു പ്രോക്സി അഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുക. ഗൂഗിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസ്തമായിട്ടുള്ള പ്രോക്സി അഡ്രസ്സുകൾ കിട്ടും, പ്രോക്സി സെർവറുകൾ കിട്ടും. ആ പ്രോക്സി സെർവർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് താഴെ ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഇത്. ചില രാജ്യങ്ങളിലൊക്കെ അടിയന്തരമായിട്ട് വാട്സപ്പ് ചില യുദ്ധാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റൊക്കെ വാട്സപ്പ് ബാൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ ബാൻ ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രോക്സി സെർവർ ഉപയോഗിച്ച് നമുക്ക് വാട്സപ്പ് ആക്റ്റീവ് ആക്കാനുള്ള ഫീച്ചറാണ്. നിലവിൽ ടെലഗ്രാമിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഡയറക്റ്റ് ഇല്ലെങ്കിലും നമ്മളത് മറ്റൊരു സെർവർ ഉപയോഗിച്ച് നമുക്ക് ടെലഗ്രാം ആക്റ്റീവ് ആക്കുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ വാട്സപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ സെർവർ പ്രോക്സി സെർവർ സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ അധികമായിട്ട് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് ഉപകാരമില്ല. ഭാവിയിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ വാട്സപ്പ് നിരോധിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോക്സി ഉപയോഗിച്ച് പ്രോക്സി സെർവർ ഉപയോഗിച്ച് ഇവിടെ സെർവർ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ആ പ്രോക്സി സെർവറിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ്, അതായത് നിങ്ങളുടെ രാജ്യത്ത് വാട്സപ്പ് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. അതിനുള്ള ഫീച്ചർ വാട്സപ്പ് വളരെ നേരത്തെ കൊണ്ടുവന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.